45,000-ഓളം വരുന്ന ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് കിട്ടണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ നിയമപ്രകാരം അനുമതിയില്ല. നഷ്ടത്തിൻ്റെ പേരിൽ റെൻഡറിംഗ് പ്ലാന്റുകാർ ഇത് ഇപ്പോൾ എടുക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ ജില്ലകളിലും റെൻഡറിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഓൺലൈൻ വ്യാപാര രംഗം വലിയ രീതിയിൽ കച്ചവടക്കാരെ ബാധിക്കുകയാണ്. ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം സംസ്ഥാനത്ത് വരണം. നമസ്കാരം. കേരളത്തിലെ ചെറുകിട ചിക്കൻ വ്യാപാരികൾ നിരവധി പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് മറുനാടനോട് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറിയായ ഈസ് ബിജു. ഈ നിലവിൽ ഈ ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ച് എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ചിക്കൻ വ്യാപാരികളെ സംബന്ധിച്ചോളം ഇന്ന് സംസ്ഥാനത്ത് 45,000-ഓളം വരുന്ന ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യാപാര സ്ഥാപനങ്ങൾക്കെല്ലാം ലൈസൻസ് കിട്ടണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസിന് അപേക്ഷ കൊടുക്കുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC നിർബന്ധമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC ലഭ്യമാകണമെങ്കിൽ അവർ അവരുടെ സ്ഥാപനങ്ങളിൽ വരുന്ന ചിക്കൻ മാലിന്യങ്ങൾ, ചിക്കൻ വേസ്റ്റ്, അത് പൂർണ്ണമായും റെൻഡറിംഗ് പ്ലാന്റ് വഴി സംസ്കരിച്ചു എന്ന് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സംസ്ഥാനത്ത് അങ്ങനെ സംഭരിക്കാനും അത് സംസ്കരിക്കാനും കഴിയുന്ന ഫലപ്രദമായിട്ടുള്ള റെൻഡറിംഗ് പ്ലാന്റുകളുടെ അഭാവം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്തും കോഴിക്കോടുമെല്ലാം പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. നിലവിലുള്ള നിയമപ്രകാരം ഒരു ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ നിയമപ്രകാരം അനുമതിയില്ല. സ്വാഭാവികമായി ഒരു ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ അജൈവ മാലിന്യം മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നതുകൊണ്ട് റെൻഡറിംഗ് പ്ലാന്റുകളിൽ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്നില്ല. നഷ്ടത്തിൻ്റെ പേരിൽ റെൻഡറിംഗ് പ്ലാന്റുകാർ ഇത് ഇപ്പോൾ എടുക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. പലയിടത്തും മാലിന്യം കുന്നുകൂടുകയാണ്. ഈ മാലിന്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് 1 മണിക്കൂർ ആ മാലിന്യം ഒരിടത്ത് വെച്ചാൽ വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കും. ഇത് പല കടക്കാർക്കും വലിയ പ്രതിസന്ധിയാണ്. അപ്പം ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC ഇല്ലാതെ തന്നെ നേരത്തെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ ഈ സ്ഥാപനങ്ങൾക്ക് നൽകുമായിരുന്നു. ആ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊരാവശ്യം ഈ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റെൻഡറിംഗ് പ്ലാന്റുകൾ PPP അടിസ്ഥാനത്തിൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ ജില്ലകളിലും റെൻഡറിംഗ് പ്ലാന്റുകൾ സ്ഥാപിക്കണം. ഈ 2 ആവശ്യമാണ് പ്രധാനമായും ഈ വ്യാപാരികൾക്കുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്ന കേരള ചിക്കനുണ്ട്. ആ കേരള ചിക്കൻ നേരത്തെ ദൂരപരിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തത് പ്രവർത്തിപ്പിക്കാൻ കുടുംബശ്രീകൾക്ക് അനുമതി നൽകിയിരുന്നത്. അത് കുടുംബശ്രീ തന്നെ നിക്ഷിപ്തമാക്കണം. ആ സ്ഥാപനം നടത്തുന്നതിന് ചിക്കൻ വ്യാപാരി സംഘടന എതിരല്ല. കേരള ചിക്കൻ പ്രവർത്തിച്ചോട്ടെ. അത് വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നതിനെ തടഞ്ഞു നിർത്താൻ ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടലിൻ്റെ ഭാഗമായി വരുന്നതിൽ എതിർപ്പില്ല. പക്ഷേ അതിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് അതിൻ്റെ വിതരണമാണ്. ഇപ്പോൾ പലയിടത്തും കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ചല്ല അതിൻ്റെ വിതരണം നടക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ഇതിറങ്ങിയ സമയത്ത് കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥാപനം എന്നതായിരുന്നു അതിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരുന്നത്. ദൂരപരിധി കൃത്യമായിട്ടും പാലിക്കണമെന്നതും അതിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറ്റി എല്ലായിടത്തും ആരെല്ലാം അപേക്ഷ കൊടുക്കുന്നോ ആ അപേക്ഷകരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഇതിൻ്റെ അംഗീകാരം കൊടുക്കുകയും അവരെല്ലാം വ്യാപകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മറ്റ് ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന ചിക്കൻ ഒന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ സംരംഭകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിക്കനായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ചിക്കനാണ്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള മാർജിനാണ് ഇവർക്ക് ഉള്ളത്. ആ മാർജിൻ ഉൾപ്പെടെ വിൽക്കുമ്പോൾ കേരള ചിക്കൻ വിൽക്കുന്നതിനേക്കാൾ 1 രൂപയോ 2 രൂപയോ സ്വാഭാവികമായും വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അത് അമിതമായിട്ടുള്ള ഒരു വിലയല്ല ഇവർ ഈടാക്കുന്നത്. ന്യായമായിട്ടുള്ള തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കൂലി, കറണ്ട് ചാർജ്,
അതിൽ മറ്റ് കൊടുക്കേണ്ട അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തിട്ടാണ് ചെറിയ ലാഭത്തിൽ ഇവർ വെക്കുന്നത്. ഈ പ്രതിസന്ധി വലിയ രീതിയിൽ സംസ്ഥാനത്തെ ചിക്കൻ വ്യാപാരികൾ ബാധിക്കുന്നുണ്ട്. ഇതിനൊരു അറുതി വരുത്തണം. നമ്മുടെ ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടാനുള്ള സംവിധാനം ചിക്കൻ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടാവണം. അപ്പോൾ ഇതിനെ ഒരു പ്രത്യേക ക്ലസ്റ്ററായി ഇപ്പോൾ സംസ്ഥാനത്തുള്ള പ്രശ്നം മറ്റെല്ലാ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളോടുമൊപ്പമാണ് ചിക്കൻ വ്യാപാരികളെയും കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ക്ലസ്റ്ററാക്കി മാറ്റി 45,000-ഓളം വരുന്ന ചിക്കൻ വ്യാപാരികൾക്ക് പ്രത്യേക പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. ഈ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ വ്യാപാരികളെ എല്ലാം പൊതുവെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇലക്ട്രിസിറ്റി ചാർജിന് ഭീമമായിട്ടുള്ള ചാർജാണ്, കറണ്ട് ചാർജാണ് ഇന്ന് ഈടാക്കുന്നത്. അതിലൊരു സബ്സിഡി ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള കേരളത്തിലെ എല്ലാ വ്യാപാരികൾക്കും, MSME രജിസ്ട്രേഷനുള്ള ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള വ്യവസായ സംരംഭകർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ മാൾ സംസ്കാരം നമ്മുടെ മേഖലയിൽ വളരെ വ്യാപകമാണ്. ഓൺലൈൻ ബിസിനസ് വളരെ വ്യാപകമായി വരികയാണ്. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ചെറുകിട വ്യാപാര സംരംഭകർ ഇന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കറണ്ട് ചാർജിൽ ഒരു ഇളവ് വരുത്തുന്നതിന് വേണ്ടി അതിന് സബ്സിഡി ഏർപ്പെടുത്തണം എന്നത് ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രധാന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ചിക്കൻ വ്യാപാരികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർദ്ധിച്ചു വരുന്ന ഈ ഓൺലൈൻ വ്യാപാര രംഗം എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു? ഓൺലൈൻ വ്യാപാര രംഗം വലിയ രീതിയിൽ കച്ചവടക്കാരെ ബാധിക്കുകയാണ്. അത് നമുക്കിപ്പോൾ ഓൺലൈൻ പുതിയൊരു കച്ചവട രീതിയെ ഞങ്ങൾ എതിർക്കുന്നില്ല. കച്ചവട രീതി നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമല്ല ഇപ്പോൾ വരുന്നത്. പുതിയ ആധുനിക കാലത്ത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കച്ചവടത്തിൻ്റെ സാധ്യതകൾ മാറും. പക്ഷേ ഇവിടെ ഓൺലൈൻ വ്യാപാരം ക്രമപ്പെടുന്നത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. വൻകിട കുത്തകകൾ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അത് വിദേശ കുത്തക സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ യഥേഷ്ടം വിറ്റഴിക്കുന്നത്. ഇപ്പോൾ കെൻഡക്കി ചിക്കൻ പോലുള്ള ചില ചിക്കനുകളുണ്ട്. അതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൻകിട കുത്തകളാണ്. നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാര വ്യവസായ സംരംഭകരല്ല അതിൻ്റെ സംരംഭകരായിട്ട് നിൽക്കുന്നത്, അതിൽ മുതൽ മുടക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറുകിട സംരംഭകരെ സഹായിക്കണമെങ്കിൽ അവരെ കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് രൂപപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ കുത്തക ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയൂ. അതിന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ അകത്തുള്ളത്, ഈ ഓൺലൈൻ വ്യാപാരം ശക്തിപ്പെട്ടതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. KGSTയിലോ മറ്റ് ടാക്സ് സംവിധാനത്തിലോ ഒക്കെ ഉണ്ടായിരുന്ന പ്രത്യേകത, ഒരാൾ ഒരു ഉൽപ്പന്നം വാങ്ങി ഒരു ഉപഭോക്താവിന് കൊടുത്താൽ അതിൽ കിട്ടുന്ന മാർജിൻ്റെ ഇത്ര ശതമാനം അവർ ടാക്സായി അടയ്ക്കണം. ഓൺലൈൻ വ്യാപാരം വന്നതോടുകൂടി ടാക്സിന് പുറത്തായി കച്ചവടം വരികയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറയുന്നു. അതോടൊപ്പം തന്നെ ചെറുകിട വ്യാപാരികളുടെ കച്ചവടത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു. അപ്പോൾ ഇതിന് ഒരറുതി വരുത്തേണ്ട, നിയന്ത്രണം ഉണ്ടാക്കേണ്ടത്, ഓൺലൈൻ വ്യാപാരം നിരോധിക്കണമെന്ന അർത്ഥം ഞങ്ങൾ ആരും മുന്നോട്ട് വെക്കുന്നില്ല. ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം സംസ്ഥാനത്ത് വരണം. ഇതാണ് വ്യാപാര മേഖലയിലെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നമെന്ന് പറയുന്നത്. ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ വകുപ്പ് തലത്തിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചിരുന്നു. എന്തായിരുന്നു വകുപ്പ് തലത്തിലുള്ള ഭരണാധികാരികളുടെ പ്രതികരണം? എന്തായി? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ഈ കാര്യങ്ങൾ ആദ്യം ഉന്നയിച്ചിരുന്നു. അതിലൊരു പോസിറ്റീവ് നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞത്, സംസ്ഥാനത്ത് മാത്രമായി ഒരു നിയമ ഭേദഗതി സാധ്യമാവാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്ര നിയമമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ കൺകറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ നിയമനിർമ്മാണം സംസ്ഥാനത്ത് സാധ്യമാകൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ യോജിച്ച പ്രവർത്തനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലുത്തേണ്ടതെങ്കിലും അതിലൊരു ഇംപ്ലിമെൻറ്റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് വരുന്നില്ല എന്നതാണ് വ്യാപാരികളെ ബാധിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ സംസ്ഥാന സർക്കാർ ഒരു പോസിറ്റീവ് നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയുള്ളത്. അത് ചെയ്യണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ ഉള്ളത്. ഈ പറഞ്ഞ പ്രതിസന്ധികൾ മൂലം ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 4-5 വർഷക്കാലമായി ഈ പ്രതിസന്ധി ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രതിസന്ധി വരികയാണ്. അപ്പോൾ ആദ്യം നോട്ട് നിരോധനം വന്നു. നോട്ട് നിരോധനം വന്നപ്പോൾ സംസ്ഥാനത്ത് കുറേയധികം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. പിന്നെ നിപ്പയും ഓക്കിയും പ്രളയവുമെല്ലാം സംസ്ഥാനത്തെ ബാധിച്ചു. സ്വാഭാവികമായും അതിനെ അതിജീവിക്കാൻ കഴിയാത്ത കച്ചവടക്കാർ ആ സന്ദർഭത്തിൽ അടച്ചുപൂട്ടി. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങളുണ്ട്. ഈ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി പല സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി. അപ്പോൾ പിന്നെ GST നടപ്പിലാക്കി. ഒരു ശരിയായ നിലയിൽ കൂടി ആലോചിക്കാതെയാണ് രാജ്യത്ത് GST നടപ്പിലാക്കിയത്. GST നടപ്പിലാക്കിയപ്പോൾ
GSTയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. GSTക്ക് പുറത്തുള്ള കോമ്പൗണ്ടിങ് ടാക്സ് അടയ്ക്കുന്ന വ്യാപാരികളെ സംബന്ധിച്ചോളം അവർക്ക് വലിയ പ്രതിസന്ധിയായി. ഇതാണ് സംസ്ഥാനത്തെ പ്രശ്നം. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഇനിയും ഈ പ്രതിസന്ധി ഈ നിലയിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലൊന്ന് ഓൺലൈൻ വ്യാപാരം, രണ്ട് നമ്മുടെ നാട്ടിൽ കൂണുപോലെ മുളയ്ക്കുന്ന ഈ വൻകിട കുത്തകകളുടെ കടന്നുവരവ്. ഇപ്പോൾ മോർ സൂപ്പർ മാർക്കറ്റുകൾ, സ്മാർട്ട് പോയിൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി. അവരെല്ലാം പച്ചക്കറി കച്ചവടവും പലചരക്ക് കച്ചവടവും മീൻ കച്ചവടവും ചിക്കൻ കച്ചവടവുമാണ് അവർ നടത്തുന്നത്. അവരെല്ലാം പ്രത്യേകം അവരുടെ കേന്ദ്രങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി അവരുടെ ഹൈ പവർ മാർക്കറ്റുകൾ പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പം നല്ല നിലയിൽ ക്രയശേഷി വിനിയോഗിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ വല്ലാത്ത പ്രതിസന്ധിയിലായി. അതിപ്പം സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനം GSTയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം ദൈനംദിനം കുറഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. അത് GSTയുടെ വരുമാനത്തെ മാത്രം ആശ്രയിച്ച് അതിനെ മാത്രം തട്ടിച്ചു നോക്കി സ്ഥാപനങ്ങളെ വിലയിരുത്തരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ എണ്ണമെടുത്ത് പരിശോധിച്ച് അതിൽ വന്നിട്ടുള്ള കുറവ് ഈ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടണം. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ചിക്കൻ ചെറുകിട വ്യാപാരികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് അവർ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്നാണ്. കേരള ചിക്കൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സംവിധാനത്തിലൂടെ വിൽപ്പന നടത്തുന്ന വ്യാപാര സംവിധാനം വരെ ഇവരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്ന് തന്നെയാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.